ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ കൊച്ചടുക്കളയിലെത്തി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. സാധാരണയായിട്ട് ഇവിടെ ഓട്സ് വെച്ചിട്ട് ഭോജന ഓട്സ് രാവിലെ ഒരു എന്താ പറയുക 1-1.5 ഗ്ലാസ് ഓട്സ് മസ്റ്റായിട്ട് കഴിക്കും. അപ്പോൾ ഈ ഫൈബർ ഇൻടേക്ക് കറക്റ്റാണ്. പിന്നെ ഞാനൊന്നും അങ്ങനെ ഓട്സ് എപ്പോഴും കഴിക്കുന്ന ആളൊന്നുമല്ല, പക്ഷേ ഇങ്ങനെയല്ല ഒരു മാറ്റത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സിമ്പിൾ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് ഓട്സ് കൊണ്ട്. ഈ ഓട്സ് ഓംലെറ്റ്. അപ്പം മുട്ടയുടെ കാര്യവും നടക്കും, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു പുൽസ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് പുൽസേ വേണ്ട, ഓട്സ് ഓംലെറ്റ് കഴിക്കാം, ഓട്സും കഴിക്കാം. അപ്പോൾ ഫൈബർ, പ്രോട്ടീൻ എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു ഹെൽത്തി മീൽ, അത് ബ്രേക്ക്ഫാസ്റ്റ്. അതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റ്, പച്ചമുളക്, കുറച്ച് മല്ലിയില, അത് ഗ്രീനായിട്ട് കൂട്ടാമല്ലോ, അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം കുറച്ച് ഓട്സ് എടുത്തിട്ട് കുറച്ച് പാലിൽ കുതിരാനായിട്ട് വെക്കാം. റോൾഡ് ഓട്സാണ് ഏറ്റവും നല്ലത്. റോൾഡ് ഓട്സ് 1/2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇത് റോൾഡ് ഓട്സ് തന്നെയാണ്. ഇതിനെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പാലും കൂടി ചേർക്കാം. വളരെ ഹെൽത്തി വേർഷനായിട്ട് ചെയ്യുകയാണെങ്കിൽ സ്കിംഡ് മിൽക്ക്, അതായത് ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള പാലൊക്കെ ചേർത്ത് കഴിക്കാം, അല്ലെങ്കിൽ സോയാ മിൽക്കോ അങ്ങനത്തെ കാര്യങ്ങളോ ആകാം. ഏകദേശം ഒരു 1/4 കപ്പോളം പാലെടുക്കാം. 1/4 മുതൽ 1 കപ്പ് ചിലപ്പോൾ വേണ്ടി വരും, നോക്കട്ടെ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റിന്. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം തോന്നുമ്പോൾ ചെയ്യാൻ പറ്റിയൊരു ഐറ്റം. അങ്ങനെ ഇരിക്കുമ്പോൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഒരു സൈഡിലിരിക്കട്ടെ. അപ്പോൾ ഇതിങ്ങനെ കുതിർന്ന് റെഡി ആയിരിക്കും. ബൈ ദ ടൈം ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാം. ഞാനിപ്പോൾ എല്ലാം ഓൾറെഡി അരിഞ്ഞൊക്കെ വെച്ച് കഴിഞ്ഞു. ഇത് ക്യാരറ്റ് ഏകദേശം ഒരു 1/4 കപ്പ് ഉണ്ടെന്ന് പറയാം. അല്ല, കാലല്ല, ഏകദേശം ഒരു ചെറിയ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തതാണ്. ഇതൊരു വലിയ സവാളയുടെ പകുതി ഉണ്ടായിരുന്നു, മീഡിയം സൈസ് സവാളയുടെ. മല്ലിയില ഇച്ചിരി കൂടുതലെടുത്തു, പച്ചമുളക് ഒരു വലുതായിരുന്നു. അങ്ങനെ ഇത് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി 2 മുട്ടയൊന്ന് ഉടച്ചെടുക്കാം. ഓട്സ് ഇപ്പം നന്നായിട്ട് ഒന്ന് കുതിർന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റോൾഡ് ഓട്സ്. അതിനകത്തേക്ക് മുട്ട, 2 മുട്ട ബീറ്റ് ചെയ്തത് ചേർക്കുന്നു. ഇനി നമ്മുടെ ബാക്കി കാര്യങ്ങൾ 1 by 1. ക്യാരറ്റ്സ്, പിന്നെ പച്ചമുളക്, സവാള, ഇതൊക്കെ എത്ര ചേർത്താലും കുഴപ്പമില്ല. മല്ലിയില ഞാൻ കുറച്ച് കൂടുതലായിട്ട് ചേർക്കുന്നത്, ഇത്രയൊന്നും വേണമെന്നില്ല. ഇനി ഇതിൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും ആഡ് ഓൺ ചെയ്യാം. ഇപ്പോൾ ഗ്രീൻ പീസ് ആഡ് ചെയ്യാം, പിന്നെ അതുപോലെ വേണമെങ്കിൽ ക്യാബേജ് ആകാം, ബീട്രൂട്ട് ആകാം. ബീട്രൂട്ട് ചേർത്ത കളറൊന്നും മാറത്തേ ഉള്ളൂ. എനി വെജിറ്റബിൾ ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഹിമാലയൻ പിങ്ക് ഉപ്പാണ് നമ്മുടെ ഹെൽത്തി വേർഷൻ എന്ന് പറയുമ്പോൾ, അപ്പോൾ അത് തന്നെ ചേർക്കാം. ഹിമാലയൻ പിങ്ക് സോൾട്ട്, ഇത് റോക്ക് സോൾട്ട്, ഇതിൽ നിന്നും കുറച്ച്. അപ്പോൾ ഇതെല്ലാം ഹെൽത്തി ആയിട്ട് ചെയ്യുമ്പോൾ എല്ലാം ഹെൽത്തി ആവണമല്ലോ. ഓട്സ് ഓംലെറ്റ് മിക്സ് ഇസ് റെഡി. അടുപ്പ് കത്തിച്ച് കൊടുക്കുക. ഒരു പരന്ന ഫ്രൈങ് പാൻ ആയിരുന്നു ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ പക്ഷേ ഇതിലാണ് ചെയ്യുന്നത്. സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഓയിൽ നമുക്ക് നമ്മുടെ ചോയ്സാണ്. പക്ക നമ്മൾ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ ഇപ്പോൾ ഒലിവ് ഓയിലൊക്കെ ആയിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ. പിന്നെ ഗ്രൗണ്ട് നട്ട് ഓയിൽ നല്ലതാണ് കേട്ടോ. ജിഞ്ചിലി ഓയിലൊക്കെ നല്ലതാണ്. അങ്ങനെ നോക്കാം. എന്തായാലും ഒരു എണ്ണ ഒഴിക്കാം. പാത്രം ചൂടായി തുടങ്ങി. ഒരല്പം, 1 ടേബിൾ സ്പൂൺ. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി പാത്രം ഒന്ന് അടച്ച് ചെറിയ തീയിലേക്ക് മാറ്റാം. തീയും കൂടെ അല്പം കുറച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ജസ്റ്റ് പെട്ടെന്നാകും. പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇനി ഇത് ടിൽറ്റ് ചെയ്യാം. ഇനി ഇതിനെ മറു സൈഡ് അടിഭാഗത്ത് വരുന്ന രീതിയിൽ ഇത് വേറൊരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് അത് കമിഴ്ത്തിയിടാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ എടുത്തു. ഇനി ഇതിനെ തിരിച്ചെന്ത് വേറൊരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ ആക്കാം. അപ്പോൾ വീണ്ടും മറു സൈഡ് കിട്ടി. ഇത് 1 സൈഡ് ഓംലെറ്റ് പോലെ ആയില്ലേ. ഇനി ഇതിനെ വീണ്ടും ഇതിനകത്തേക്ക് ആക്കുന്നു. അതിനെ ഓക്കെ ഇത്രേ ഉള്ളൂ. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തോട്ടെ, അത് കഴിഞ്ഞിട്ട് മാറ്റാം. അപ്പോൾ ഒരു സൈഡ് നല്ല ഗോൾഡനായി, അപ്പുറത്തെ സൈഡ് എത്ര വേണം നോക്കണം, അതനുസരിച്ച് ചെയ്താൽ മതി. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട്
ഒരു അല്പം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്യുന്നതായിരിക്കും നല്ല, അതായത് നമ്മൾ പാത്രത്തിൽ നിന്നും മാറ്റാൻ പറ്റും. അങ്ങനെ നല്ല ഹെൽത്തി ഓട്സ് ഓംലെറ്റ് ഇസ് ഗെറ്റിംഗ് റെഡി. പെട്ടെന്ന് ഇതൊരു നല്ല സമ്പൂർണ്ണമായ ഒരു ഭക്ഷണമാണ്. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണമെങ്കിലും എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്യാം. ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. അത് വയറ് നിറഞ്ഞിരിക്കും. ഫൈബർ ധാരാളം അടങ്ങിയ ഫുഡാണെങ്കിൽ പ്രോട്ടീൻ ആൻഡ് ഫൈബർ ഉണ്ട്. അപ്പോൾ നമുക്കങ്ങനെ വിശക്കില്ല. കുറച്ച് ലേറ്റായിട്ടേ നമ്മൾ ലഞ്ച് കഴിക്കേണ്ട ആവശ്യം വരുള്ളൂ. യെസ്, ഇറ്റ്സ് റെഡി. ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഓട്സ് ഓംലെറ്റ് ഇസ് റെഡി. അത്യാവശ്യം നല്ല ഹെവിയാണ്, നല്ലോണം വയറ് നിറയും. 2 മുട്ടയുണ്ട്, ഒരു അരക്കപ്പോളം ഓട്സ് ഉണ്ട്, ഏതാണ്ട് 3/4 കപ്പ് പാലുണ്ട്, പിന്നെ ക്യാരറ്റ്, മല്ലിയില, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. നൈസ്. സാധാരണയായിട്ട് നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ടേസ്റ്റ് പലപ്പോഴും കോംപ്രമൈസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തരം വിഭവങ്ങൾ വിത്തൗട്ട് കോംപ്രമൈസിങ് ടേസ്റ്റ് നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും. ഇത് അത്യാവശ്യം നല്ല ചൂടുണ്ട്, ഒരല്പം ഒന്ന് തണുത്തിട്ട് ചെയ്യുന്നതായിരിക്കും. ഇതൊരു പിസ്സ പോലെ വിചാരിക്കുക, കട്ട് ചെയ്ത് കഴിക്കും. ഇതിൽ നിന്നും ഒരു പീസ് എടുക്കട്ടെ. ഓ, ഭയങ്കര ചൂടാട്ടോ. അയ്യോ, സോ ഹോട്ട്. മൈ ബ്രേക്ക്ഫാസ്റ്റ്. യമ്മി. ഓട്സ് കഴിക്കുമ്പോൾ ധാരാളം ഫൈബർ ഉണ്ടെങ്കിലും ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ കഴിക്കുമ്പോൾ ചൂടോടുകൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസൊന്നും ഉണ്ടാവില്ല. ഓട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ല ചൂടായിട്ട്, തണുക്കാൻ അധികം സമയം കൊടുക്കണം. എനിക്കിത് മുഴുവനൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഒരു 3-4 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. ഞാനിതിപ്പോൾ 2 പീസ് കഴിക്കുമ്പോൾ തന്നെ എൻ്റെ വയറ് ഫുള്ളാവും. പിന്നെ നല്ലൊരു ഫ്രഷ് ജ്യൂസ് എന്തെങ്കിലും കൂടി കുടിച്ചാൽ ധാരാളം മതിയാവും. ഓറഞ്ച് ജ്യൂസ് ആകാം, പപ്പായ ആകാം, വാട്ടർമെലൺ ആകാം, ഈവൻ ടൊമാറ്റോ ജ്യൂസ് ആകാം. അങ്ങനെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ഓപ്ഷനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് കഴിച്ച ഈ കാര്യമാണ്. ഇനി ഡ്രസ്സൊക്കെ ചെയ്തിട്ടൊന്ന് പുറത്തേക്ക് പോകണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പല പല വിശേഷങ്ങളാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ പറയുക, ഒരു സിമ്പിൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കി. ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ അങ്ങനത്തെ ഭക്ഷണമൊക്കെ കഴിക്കുകയാണെങ്കിൽ. ഇടയ്ക്കെങ്കിലും അങ്ങനെയൊക്കെ കഴിക്കുന്നതിൽ തെറ്റില്ല. അത് കഴിഞ്ഞു അടുത്ത പരിപാടി, ഇന്ന് പുറത്തേക്ക് പോകാൻ പോകണം. അപ്പോൾ ഇന്ന് ഞാൻ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങളുമായിട്ട് കൺവേ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഡ്രസ്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പുറത്തേക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ മേലെല്ലാം കഴിഞ്ഞ് സെറ്റായി വന്നിരിക്കുവാണ്. പിന്നെ ഇനി ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മേക്കപ്പൊക്കെ വേണമല്ലോ പുറത്തേക്ക് ഇറങ്ങാൻ. പക്ഷേ പുറത്തിറങ്ങുമ്പോഴും എപ്പോഴും ഒരു മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു ബേസ് എന്നുള്ള നിലയ്ക്ക് ഒരു മോയ്സ്ചറൈസർ എപ്പോഴും ഞാൻ ഉപയോഗിക്കാറുണ്ട്. മോയ്സ്ചറൈസർ ഉപയോഗിക്കുമ്പോഴും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മുടെ സ്കിന്ന് എപ്പോഴും ഡ്രൈ ആകാനുള്ള ടെൻഡൻസി ഉണ്ട്. ഒരു 40+ ആയിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും ഇഷ്യൂ ഉണ്ടാകും. അപ്പോൾ ഒരു മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഒരു മോയ്സ്ചറൈസർ എപ്പോഴും ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അല്ലാണ്ട് തന്നെ വീട്ടിൽ നിൽക്കുമ്പോഴും മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് നല്ലതാണ്, വീട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ. അപ്പോൾ ഇവിടെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ സ്ലോക്സ്ബേയുടെ നട്ട് ജെല്ലിയാണ്. നല്ല ക്രീമിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഒരുപാട് മോയ്സ്ചറൈസേഴ്സ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. പല ക്രീംസുണ്ട്. ഞാൻ ഒരുപാട് ക്രീംസൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നടത്തിയിട്ടുള്ള ആൾ തന്നെയാണ്. എനിക്കിഷ്ടമുള്ള പല ടൈപ്പ് ഓഫ് മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്, വേറെയുണ്ട്. പക്ഷേ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണിത്. പക്ഷേ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും അതിൽ ശ്രദ്ധിക്കുന്നത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൂടുതലുള്ളത് നോക്കും. പിന്നെ അതുപോലെ പെട്രോളിയം ജെല്ലി കഴിയുന്നിടത്തോളം ഇല്ലാത്തത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതിൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. കാര്യം ഇത് ഫുഡ് സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. ഫുഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ പല ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഭക്ഷണമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഇതിനകത്ത് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ആഫ്രിക്കൻ ഷിയ ബട്ടർ, ഇസ്രയേലി ഹൊഹോബ ഓയിൽ, പിന്നെ അത് വെച്ചിട്ട് റിയൽ ആയിട്ടുള്ള ലാവൻഡർ ഓയിൽ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അല്ലാണ്ട് ഇതിനകത്ത് പെട്രോളിയം ജെല്ലി എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം നമ്മളിപ്പോൾ ഏതൊരു ക്രീം മുഖത്ത് പുരട്ടിയാലും ഒരു 60% നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്ത് പോകും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അകത്തേക്ക് അബ്സോർബ് ചെയ്ത് പോകുമ്പോൾ
ആ ഇൻഗ്രീഡിയൻസ് നല്ലതല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ പെട്രോളിയം ജെല്ലിയൊക്കെ ഇപ്പോൾ ചേർന്ന് വരുന്നതാണ് മോസ്റ്റ് ഓഫ് ദ മോയ്സ്ചറൈസേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം, ക്രീംസും. അപ്പോൾ ഈ പെട്രോളിയം ജെല്ലി എന്ന് പറഞ്ഞാൽ പെട്രോളിയത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ്. അപ്പോൾ അത് ചേർന്ന് വരുന്ന ക്രീംസ് മുഖത്ത് പുരട്ടുമ്പോൾ അത് നമ്മുടെ സ്കിന്ന് അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ ഇനി ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് അറിയില്ല. അതിനെക്കുറിച്ച് വലിയ സ്റ്റഡിയൊന്നുമില്ല. അപ്പോൾ ഭാവിയിൽ അത് ദോഷം ചെയ്യാതിരിക്കാം, അറിയില്ലല്ലോ. അത് എങ്ങനെ പോയാലും ഒരു കെമിക്കലല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും ദോഷമേ വരുള്ളൂ. ഇതാകുമ്പോൾ നോ കെമിക്കൽസ്, ഇറ്റ്സ് ഓൺലി പ്യുവർ എഡിബിളായിട്ടുള്ള, അതായത് ഒരു ഫുഡ് ഗ്രേഡായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസാണ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന നാച്ചുറൽ ഓയിലുണ്ട് സ്കിന്നിന് വരുന്ന, ആ നാച്ചുറൽ ഓയിലിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സെയിം ആണ് ഈ ഹൊഹോബ ഓയിൽ, ഓൾമോസ്റ്റ് സിമിലറാണ്. അതും ഷിയാ ബട്ടർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, പിന്നെ ലാവൻഡർ ഓയിൽ, അതൊക്കെയാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ട്. ഓക്കെ, അതൊരു മണവും കൂടിയുള്ള കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ വളരെ കുറച്ച് മതി, ഒരു അല്പം എടുത്താൽ മതി. ഇത് പെട്ടെന്ന് ഇങ്ങനെ നല്ലതായിട്ട് ഇത് നമ്മുടെ സ്കിന്നിലേക്ക് സ്പ്രെഡ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. വെരി ലിറ്റിൽ ഇസ് നീഡഡ്. നല്ലൊരു ക്രീമാണ്, പക്ഷെ അതിങ്ങനെ ആക്കുമ്പോൾ തന്നെ നല്ല ഓയിലി പോലെ. പക്ഷെ ഒരുപാടാവരുത്, ഒരുപാടായി കഴിഞ്ഞാൽ ഭയങ്കര ഓയിലി ആയി പോകും നമ്മുടെ ഫേസ്. ഓക്കെ, ഇത്രയും മതി. ടു മച്ച് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഓയിലി ആയി പോകും. ഒരു ഡ്രോപ്പ് ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് മതി. ഏറ്റവും കൂടുതൽ ഡ്രൈനെസ് വരുന്ന ഭാഗമാണ് കണ്ണിൻ്റെ അടിഭാഗം, മൂക്കിൻ്റെ സൈഡ്സ്, അതെല്ലാം നന്നായിട്ട് ഇപ്പം നെറ്റി. അതായത് 40+ ആകുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്കിൻ മോയ്സ്ചറൈസ് ചെയ്ത് വയ്ക്കുക എപ്പോഴും. ഡ്രൈനെസ് ഒരു വല്ലാത്ത വിഷയമാണ്. പിന്നെ മെനോപോസ് കഴിഞ്ഞവർക്കാണെങ്കിൽ കുറേ കൂടി ഡ്രൈ ആകാനുള്ള ചാൻസസ് ആണ് സ്കിന്നിൽ. പിന്നെ എന്ത് ചെയ്താലും കഴുത്തിനെയും കൂടി ഒഴിവാക്കാതെ ചെയ്യുക. എന്ത് ഈസിയല്ലേ, സിമ്പിളായിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു തമാശ എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ നാച്ചുറൽ മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓയിൽസൊക്കെ നോർമലി ആയിട്ട് നമ്മൾ മുഖത്ത് തേക്കാറോ, വേണമെങ്കിൽ ഷിയാ ബട്ടറായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ കോക്കനട്ട് ഓയിലാണെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഓയിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അതിനൊരു മണമൊന്നും ഉണ്ടാവില്ല. തേങ്ങ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഒരു മണമുണ്ട്, പക്ഷേ ഇങ്ങനെ ചിലതിന് ഫ്ലേവർ ഉണ്ടാവും, പക്ഷേ ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. അതേസമയം ഷിയാ ബട്ടർ ആണെങ്കിലും മണവുമില്ല, സ്റ്റിക്കി ആയിരിക്കും. അപ്പോൾ ഡയറക്റ്റ് അതങ്ങനെ ഇട്ട് കാര്യമില്ല. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു മോയ്സ്ചറൈസറിന് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർന്ന് വരുന്നതും, അതായത് ഷിയാ ബട്ടർ ഉണ്ട്, ഹൊഹോബ ഓയിലുണ്ട്, അതെൻ്റെ ഫേവറേറ്റ് ഓയിലാണ്. പിന്നെ അതുപോലെ തന്നെ ലാവൻഡർ ഓയിലിൻ്റെ ഒരു മണവും ഒക്കെ ആയിട്ട് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ അങ്ങനത്തെ ഒരു ഇത് വരുമ്പോൾ അത് ഇതിനകത്തുണ്ട് എന്തായാലും, നമ്മുടെ സ്ലോക്സ് ബേയുടെ നട്ട് ജെല്ലിയിൽ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ അതൊരു ഗുണമുള്ള കാര്യമാണ്. അല്ലാതെ മറ്റത് ഞാൻ യൂസ് ചെയ്താൽ അതിനൊരു മണമില്ല, സ്റ്റിക്കിനെസ് ഉണ്ടാകും. ഇത് പക്ഷേ അപ്ലൈ ചെയ്യാനും ഈസിയാണ്, സ്റ്റിക്കിനെസ്സും ഇല്ല, എന്നാൽ ഇതിൻ്റെ എല്ലാം ഗുണം കിട്ടുകയും ചെയ്യും. ഒരു സ്റ്റിക്കി അല്ല, പിന്നെ നല്ലൊരു മണവുമുണ്ട്. അപ്പം മനസ്സിലായല്ലോ, ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ വിത്ത് ഫുഡ് സേഫ് ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ ലുക്കൗട്ടിൽ നമുക്ക് കിട്ടുന്നൊരു പ്രോഡക്റ്റാണിത്. ഞാൻ അങ്ങനെ അന്വേഷിച്ചെത്തി കണ്ടെത്തി. ആദ്യം എനിക്കിത് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഞാനിത് നല്ലതായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് അത് ഉപയോഗിച്ച് തുടങ്ങിയത്. ഞാൻ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുമുണ്ട്. പക്ഷേ അത് ഞാൻ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു ഗുണം അത്രയും നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ സ്കിന്നിന് അത് ഗുണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം. പിന്നെ ഇതിൻ്റെ ലോങ് ടേം യൂസ് കൊണ്ട് ഒരു ഗുണമല്ലാതെ ദോഷം വരുന്നില്ല. പിന്നെ മറ്റൊരു പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇത് നോൺ കൊമഡോജനിക് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. നോൺ കൊമഡോജനിക് എന്ന് പറയുമ്പോൾ നമ്മുടെ പോസിനെ ഒന്നും ക്ലോഗ് ചെയ്യുന്നില്ല. പല ഓയിലും നമ്മൾ മുഖത്ത് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ നമ്മുടെ പോസൊക്കെ ചിലപ്പോൾ ക്ലോഗ്ഡ് ആവും, മീൻസ് അടഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഈ ഒരു സെബവും ഡസ്റ്റും അഴുക്കും എല്ലാം കൂടി ചേർന്ന് ഈ ക്രീമും കറി അടഞ്ഞിരുന്ന് കഴിഞ്ഞാൽ പണിയാണ്. പിന്നെ മുഖക്കുരു വരും, ബ്രേക്ക്ഔട്ട്സ് വരും, അങ്ങനത്തെ പ്രശ്നമാണ്. അപ്പോൾ കൊമഡോജനിക് ആയിട്ടുള്ള പ്രോഡക്ട്സ്, ഓയിൽസ് ഒന്നും മുഖത്ത് ഉപയോഗിക്കരുത്. ഇത് അങ്ങനെയല്ല, അതാണ് മറ്റൊരു. പിന്നെ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഉപയോഗിക്കാം. ഇത് എന്താ പറയുക, എനി ഏജ് ഗ്രൂപ്പ്, ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ യൂസ് ചെയ്യാം. ഏത് ഏജ് ഗ്രൂപ്പിനും പറ്റും. പിന്നെ ഇപ്പോൾ മുഖത്താണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് മാത്രം വിചാരിക്കേണ്ട, മുഖത്തും കഴുത്തിലും ഞാൻ കയ്യിലും കാലിലും ഒക്കെ ഇടാറുണ്ട്. കാര്യം അത് ഭയങ്കര മോയ്സ്ചറൈസിങ് ആണ്. ഒരു അല്പം ഇട്ടാൽ മതി, അപ്പോൾ നല്ലൊരു ഇഫക്റ്റീവാണ്. അത് കാരണം ഞാനത് ശരിക്കും എൻ്റെ കൈക്കും എല്ലാം ഉപയോഗിക്കാറുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്ലോ നമ്മുടെ ഫേസിൽ വന്നു തുടങ്ങും. ഒരാഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ ആ മാറ്റം അറിയാൻ പറ്റും. കാര്യം സ്കിന്നിൽ എന്തെങ്കിലും ഡ്രൈ പാച്ചസ്, ഡ്രൈനെസ്, അങ്ങനത്തെ ഒരു റെഡിഷ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും പാച്ചായിട്ട് ചില ആൾക്കാരുടെ മുഖം ഈവൻ ആയിരിക്കില്ല. ചില
ചില ഭാഗം കുറച്ച് ഡ്രൈ ആയിരിക്കും, കുറച്ചൊരു പ്രശ്നമൊക്കെ ഉണ്ടാവും. ഓക്കെ, അതെല്ലാം മാറിയിട്ടൊരു നാച്ചുറലായിട്ടുള്ളൊരു റേഡിയൻസ് വന്നു തുടങ്ങും, മുഖം തിളങ്ങി തുടങ്ങും, ഒരു ഗ്ലോ ആൻഡ് റേഡിയൻസ് നാച്ചുറലായിട്ട്. ആൻഡ് ലോങ് ടേം യൂസിനും നല്ലതാണ്. പല ക്രീംസും നമ്മൾ ലോങ് ടേം യൂസ് ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ എടുത്ത് പറയുന്ന പെട്രോളിയം ജെല്ലി ചേർന്ന് വരുന്ന പ്രോഡക്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ അത് ദോഷം തന്നെ ആയിരിക്കും എന്തായാലും. കാര്യം ഇറ്റ്സ് എ കെമിക്കൽ. അപ്പോൾ പെട്രോളിയം ബൈ പ്രോഡക്റ്റാണ് പെട്രോളിയം ജെല്ലി. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതിൻ്റെ ദോഷം. അപ്പോൾ അതൊന്നുമില്ല, വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി. പിന്നെ നമ്മുടെ സ്കിന്ന് നാച്ചുറൽ ഗ്ലോയുമായിട്ട് മാറും, ഗ്ലോ ആൻഡ് റേഡിയൻസ്. ഇതൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് കേട്ടോ, ഓർമ്മിച്ച് വയ്ക്കേണ്ട കാര്യമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫാനാണ്. ഈ ഒരു പ്രോഡക്റ്റ് എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നുണ്ട്, നട്ട് ജെല്ലി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുഖവും കഴുത്തും മാത്രമല്ല ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ഇത് ഞാൻ പുരട്ടാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഫക്റ്റീവാണ്. സ്കിന്നിലുണ്ടാകുന്ന ഡ്രൈ പാച്ചസും സ്കിൻ ഇഷ്യൂസും എല്ലാം ബേസിക്കലി വരുന്നത് മോയ്സ്ചറൈസിങ് ഇല്ലാണ്ട് വരുമ്പോഴാണ്. നമ്മുടെ സ്കിന്നിന് ആ നാച്ചുറൽ മോയ്സ്ചറൈസർ നഷ്ടപ്പെടും. നമ്മുടെ ബോഡി കറക്റ്റായിട്ട് ഈ സ്കിന്നിൽ സെബം പ്രൊഡക്ഷൻ കാര്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളതൊക്കെ കൊണ്ടാണ് വരുന്നത്. അത് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ ബോഡി കണ്ടീഷൻസ്, ചിലപ്പോൾ മെഡിക്കൽ റീസൺസ് ആകാം, പല കാര്യം. പിന്നെ അന്തരീക്ഷ മലിനീകരണം ഞാൻ പറയാണ്ട് തന്നെ അറിയാമല്ലോ. പിന്നെ ഇപ്പോൾ ഇനി സമ്മർ കൂടിയാണ്, പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് മറക്കണ്ട, ഇത് നമ്മുടെ മോയ്സ്ചറൈസർ മാത്രമാണ്. ഇതിൻ്റെ മേലെ നമ്മൾ അടുത്ത് ഇടേണ്ടത് സൺസ്ക്രീനാണ്. മസ്റ്റായിട്ട് ഇടണം. സൺസ്ക്രീനും ഇട്ടിട്ട് വേണം നമ്മുടെ ബാക്കി മേക്കപ്പ് എന്താണോ വെച്ചാൽ അത് ചെയ്യേണ്ടത്. ബേസ് ഇടണമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് എന്തൊക്കെയാണ് നമ്മൾ സാധാരണ മേക്കപ്പ് ചെയ്യുക ആ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് അന്ന് കാണിച്ചപ്പോൾ തന്നെ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു, കുറേ പേര് ഉപയോഗിച്ച് തുടങ്ങിയവർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇത് അറിയാമായിരിക്കുമല്ലോ അതിൻ്റെ ബെനിഫിറ്റ്സ്. ഒരു പക്ഷേ ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് ഇനി ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ ഇനി ബാക്കി എൻ്റെ മേക്കപ്പ് പരിപാടിയൊക്കെ ചെയ്തിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് കണ്ണ് ഒക്കെ കുറച്ചുകൂടെ കാര്യമായിട്ട് എഴുതണം, ലിപ്സ്റ്റിക്ക് ഇടുക, ഓക്കെ, ഒരു സൺസ്ക്രീൻ ഇടണം. ഇത്രയൊക്കെ ഉള്ളൂ പ്രധാനമായിട്ട് ചെയ്യാൻ പോണ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് നമുക്കിനി പുറത്തേക്ക് പോകാം. കുറച്ച് ചെറിയ ഷോപ്പിംഗ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഷോപ്പിംഗ്. അപ്പോൾ ഇനി ഷോപ്പിംഗാണ് എൻ്റെ അടുത്ത കലാപരിപാടി. ഓക്കെ, അപ്പോൾ സ്ലോക്സിൻ്റെ നട്ട് ജെല്ലി വാങ്ങണം എന്നുള്ളവർക്ക് ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്, മേടിച്ചിട്ടില്ലാത്തവർ മേടിച്ച് നോക്കൂ. അപ്പോൾ വേണമെങ്കിൽ ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ലിങ്ക് എല്ലാം കൊടുത്തേക്കാം. ഓക്കെ, എൻ്റെ കയ്യിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മേടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദിവസത്തേക്ക് തികയും. കാര്യം ഇതൊരു അല്പം മതിയല്ലോ, ഒരല്പം. എത്ര കുറച്ച് മതി, ഇത്രയും മതി, ഇത്രയും ധാരാളം. അതുകൊണ്ട് ഇത് എത്ര കാലത്തേക്ക് വരുമെന്ന് അറിയോ? കുറേ നാളത്തേക്ക് വരും. അതുകൊണ്ട് ലാഭമാണ്, വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്നു. ഇനി ഒരു ചെറിയൊരു ഷോപ്പിംഗ്, ഒരു കടയിലേക്ക് പോകുന്നു. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സന്തോഷമാണല്ലേ, എൻ്റെ മുഖത്ത് ആ സന്തോഷം കാണുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അതാണ് നമ്മുടെ ഷോപ്പ്. അങ്ങനെ ഉത്സ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂമാണിത്. ഇത് ഈ ഭാഗത്തൊക്കെ വരുന്നത് പാർട്ടി വെയർ സെറ്റാണ്. പിന്നെ മെർമെയ്ഡ് കളക്ഷൻസും, പിന്നെ ഇങ്ങനത്തെ കൂടുതലും ടീനേജിന് പറ്റിയ കുറച്ച് ടൈപ്പ് ഓഫ് ഐറ്റംസ് ഉണ്ട്. പിന്നെ അല്ലാണ്ട് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളതുകൊണ്ട് കാഷ്വൽസും മേളിലാണ് അല്ലേ. പിന്നെ ഇതിലൊരു ഇൻഡോ വെസ്റ്റേൺ ടൈപ്പ് ആണെങ്കിൽ ആ സൈഡിൽ ബോംബെ പേസ്ലി, ഓക്കെ, ഫ്യൂഷൻ, ഓക്കെ ഓക്കെ ആണല്ലേ. ഓക്കെ, ഫുഡ് വെയർ മാച്ചിങ് ആയിട്ട് വരും അല്ലേ ഡ്രസ്സിനനുസരിച്ചിട്ട്. ഓക്കെ, ഇതൊക്കെ ഏത് സൈസ് വരെ ഉണ്ട്? എക്സ്ട്രാ സ്മോൾ തൊട്ട് എക്സൽ വരെ. ഓക്കെ, ഇത് ടീനേജ് മോഡൽസ് ആണ്, സെപ്പറേറ്റ് ആണ്. ഓക്കെ, നൈസ് കളക്ഷൻ. 1700 ആവും അല്ലേ? 16. നിങ്ങൾക്ക് ഓഫേഴ്സ് ഉള്ള സമയം വേറെ ഉണ്ടാവും അല്ലേ ചില സമയത്തൊക്കെ? ഓക്കെ ഓക്കെ ഓക്കെ, ജാനുവരിയിലാണല്ലേ? വർഷത്തിൽ 2 പ്രാവശ്യം ഓഫർ ടൈമുണ്ട്. ഇതെല്ലാം ഒരു ഫ്യൂഷനാണ് കേട്ടോ ഈ ഭാഗമല്ല, ഇൻഡോ വെസ്റ്റേൺ. കുറേ മോഡൽസ് ഉണ്ട്.
സെയിം ബോട്ടം ദുപ്പട്ട ഡബിൾ സൈഡ് നെക്ക് വരുന്നതാണ്. സോ ദുപ്പട്ട ഇല്ലെങ്കിൽ ഒരു കാഷ്വൽ കോട്ട് സെറ്റ് ആയിരിക്കും. ഓക്കെ ഓക്കെ. ഇതെല്ലാം സെപ്പറേറ്റ് ആണ്. ഓക്കെ, ഇത് സുബ പറഞ്ഞ ബ്രാൻഡ് ആട്ടോ. അതാണ് കുറച്ച് പ്രീമിയം ആണ്. ബ്ലോക്ക് പ്രിന്റ്സ് ആണ് ഇത്. ബ്ലോക്ക് പ്രിന്റ്സ് പ്രിന്റിങ് നല്ല ലാസ്റ്റിംഗ് ആയിരുന്നു. ദുപ്പട്ട എല്ലാം സെപ്പറേറ്റ് പ്രീമിയം ആണ്. അതുകൊണ്ട് തന്നെ എല്ലാം മൂന്നും കൂടി ചേർന്ന് വരുമ്പോൾ ഒരു 4000 ഒക്കെ അതിനെക്കാട്ടിലും വരും അല്ലേ? 3 something ഒക്കെ. ഞാനൊരു പാർട്ടി വെയർ പ്ലാനിലല്ല വന്നത്, ഞാൻ ക്യാഷ്വൽ വെക്കാൻ വന്നതാണ്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം ഒന്ന് കാണാൻ തോന്നി. പാർട്ടി വെയർ എല്ലാം കാണാം. ആണല്ലേ? ഇത് 3500 ഫുൾ സെറ്റ്. അപ്പൊ ബോട്ടം എന്താണ്? വൈറ്റ്. അതന്നെ. ഇതാണ് പലാസോ ആണോ? പാന്റാണ് വരുന്നത്. പാർട്ടി വെയർ 3500 ഫംഗ്ഷൻ ഇടാൻ പറ്റും. വൈറ്റ് അല്ലേ? വൈറ്റ് ആവുമ്പോൾ നല്ലത്. ദുപ്പട്ട ഓക്കെ. ആ ഓക്കെ. വേറെ മെറ്റീരിയൽ വൈസ് വേറെ പ്രിന്റിംഗ് ഒന്നുമില്ല. പക്ഷെ ദുപ്പട്ട ഒരു വൺ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ആ ഒരു പാർട്ടി സ്റ്റൈലാകും അല്ലേ? ഒരു സംശയം, ഇത് ഷേപ്പാണോ? ബോഡി ഫിറ്റിംഗ് ആയിട്ടുള്ളതാണ്. ഇത് ഇതിന്റെ വില അല്ലാത്തതുണ്ട്. ഇത് 2500. അത് കുറച്ച് ലാഭമാണ് അല്ലേ? 2500 അതേ ഉള്ളൂ ഫുൾ സെറ്റ്. ഇറ്റ്സ് നൈസ്. പാർട്ടി വെയർ പോലെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എവിടെ ഈ വേസ്റ്റ് ലൂസ് ആയിട്ടുള്ളതോ? ഫ്ലെയർ ടൈപ്പ്. ഓക്കെ. മറ്റത് അങ്ങനെ ഫ്ലെയർ ഇല്ല. ഫ്ലെയർ താഴേക്ക് വരുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ ഫ്ലെയർ. ഇവിടെ ഒതുങ്ങിയല്ലേ വരുന്നത്? ഓക്കെ ഓക്കെ. ഇതൊക്കെ വലിയ കുഴപ്പമില്ല. 2500. ഓക്കെ നൈസ്. ഇതെനിക്ക് ഇഷ്ടമായി. ഇത് നൈസ്. അതിൻ്റെ ഏതൊക്കെ കളേഴ്സ് ഉണ്ട്? അതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ടോ? നൈസ്. വൈറ്റ് ഉണ്ട് അല്ലേ? ഓക്കെ. വൈറ്റിന് എന്തായിരിക്കും ദുപ്പട്ട വരിക? പിങ്ക് ആൻഡ് ഓ ദാറ്റ്സ് നൈസ്. നല്ലൊരു റിച്ച് അല്ലേ? നൈസ്. ഇതോ നല്ലൊരു റോയൽ ലുക്ക് അല്ലേ? സിമ്പിൾ ബട്ട് ഗ്രാൻഡ്. ഇതെന്താ വില പറഞ്ഞത്? ഒരു മിനിറ്റ്. 2500. നൈസ് ഫോർ 2500. മേളിലെ കാഷ്വൽസ് ഒക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്നത് പാർട്ടി വെയർ സെറ്റ് ഫ്യൂഷൻ നോക്കി. ഓക്കെ. കാഷ്വൽ കുർത്തീസ്. യാ. കാഷ്വൽസ് ഇവിടെയാണ് അല്ലേ? പ്ലസ് സൈസ് അപ്പുറമാണല്ലേ? ആഹാ. ഇതൊക്കെ ഏത് സൈസ് വരെ വരും? ഇത് എല്ലാം സ്റ്റാർട്ടിങ് എക്സ്ട്രാ സ്മോളും എക്സൽ വരെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. അത് വരാം അല്ലേ? എക്സ്ട്രാ മറ്റേ ഇതൊക്കെ എന്താ പ്രൈസ്? നൈസ് ലുക്കിംഗ് നൈസ്. 1699 ഓക്കെ. ഇതിപ്പോൾ എക്സൽ വേണ്ടി വരുമോ ലാർജ് ആണോ എന്ന് നോക്കണം അല്ലേ? പലാസോ ആൻഡ് സ്ട്രേറ്റ് പാൻസ് മാത്രമാണ് ഇവിടെ കൂടുതലും ഉള്ളത്. ഇത് സെപ്പറേറ്റ്. ഇത് ഉച്ചയുടെ എന്ന ബ്രാൻഡാണ് അല്ലേ? ഉച്ച. പലാസോയ്ക്ക് 799 അങ്ങനെ. അല്ലെങ്കിൽ സ്ട്രേറ്റ് പാൻസ് ആണെങ്കിലും ചെയ്ത് 999. രണ്ടും കൂടി ഒരു 1800 ആ റേഞ്ചിൽ വരും. ജീൻസിനൊക്കെ പറ്റും അല്ലേ? പലാസോടെ ഇടുന്നുണ്ട് ആൾക്കാർ. ഇപ്പോൾ പലാസോ പാൻസ് ഇട്ടിട്ട് അതിൻ്റെ മേളിൽ ഷോർട്ട് ടോപ്സ് ഇടുന്നൊരു രീതിയുണ്ട്. അതിൻ്റെ എക്സൽ ഒന്ന് കാണിക്കാമോ? എക്സലോ ഡബിൾ എക്സലോ ഏതെങ്കിലും? ഭയങ്കര ലൂസായിട്ട് അതിന് ലോങ് ടോപ്പും ഇടാം ഷോർട്ടും ഇടാം. ഇതിൻ്റെ അത് ആണോ? ഇത് ഷോർട്ടാണ്. അതിന് പകരം ലോങ് വേണമെങ്കിൽ ഇതിൻ്റെ തന്നെ സെയിം ലോങ് ഉണ്ടോ? ഇല്ല, ഷോർട്ടാണ് വരുന്നത്. ഓക്കെ ഓക്കെ. ഒക്കെ 999 ആണല്ലേ ഷോർട്ട് ടോപ്സ്? സ്റ്റാർട്ടിങ് ഫ്രം 79. അതേതാണ് 799? ഇതൊക്കെ ഷർട്ട് പാറ്റേൺ ആണ് ആണല്ലേ? ഇതൊക്കെ 799 800 ആ റേഞ്ചാണ്.
ഈ ടൈപ്പ് കുർത്തി, ഇത് ഷർട്ട് ടൈപ്പ്, നല്ല ഭംഗിയുണ്ട്. ടോപ്സ് ജീൻസിൻ്റെ കൂടെ ഇടാം, പെലാസോയുടെ കൂടെ ഇടാം, അങ്ങനെയൊക്കെ. 799. ഓ, ഇത് 799 വരുന്നതാണ്. ദാറ്റ്സ് നൈസ്. ഇതൊരു ബ്രാൻഡഡ് ഷോപ്പാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ഉത്സയുടെ ബ്രാൻഡും പിന്നെ അതുപോലെ പ്രീമിയം ആയിട്ടുള്ള കുറച്ച് ബ്രാൻഡ്സും ഒക്കെ ഇവിടെ കിട്ടും. നല്ല ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ വാങ്ങാം. അപ്പോൾ അത് ആണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വില നോക്കിയിട്ട് മേടിക്കും. ഈ കടയിൽ വരുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ സാധാരണയായിട്ട് പ്ലസ് സൈസ് കിട്ടാൻ പാടാണ് പല സ്ഥലത്ത്. പക്ഷേ ഇവിടെ പ്ലസ് സൈസ് ഉണ്ട്. എനിക്ക് പ്ലസ് സൈസ് വേണ്ട എങ്കിലും ഞാൻ പറയുവാണ്, പ്ലസ് സൈസ് ആവശ്യമുള്ളവർക്ക് വന്നാൽ നല്ലതായിരിക്കും. അതിനൊരു ഓപ്ഷൻസ് ഉണ്ട് ഇഷ്ടംപോലെ. നല്ല കളക്ഷനാണ്. ഓക്കെ, ഫ്ലോറസെൻറ്റ് കളർ, ഇറ്റ്സ് നൈസ്. അപ്പോൾ ടോപ്പ് മാത്രമായിട്ട് നമുക്ക് വാങ്ങാമല്ലോ. 999 ഉള്ളൂ. ബോട്ടം കൂടി വേണമെങ്കിൽ അതിന് സെപ്പറേറ്റ് പെലാസോയ്ക്ക് ഒരു 799. അത് വേണ്ടി വരില്ല ചിലപ്പോൾ. ഇത് മാത്രമായിട്ട് നമുക്ക് ഓപ്ഷൻ. വൈറ്റ് ഒരു പെലാസോ എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ കൂടെ ഓടും അല്ലേ? വൈറ്റ് പെലാസോ ഉണ്ടോ? എടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. ഒരു ബ്ലാക്ക് കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കോമൺ ആയിട്ട് ഇതാണ് ഫാഷൻ അല്ലേ? സെയിം കളർ ബോട്ടം ആൻഡ് ഇത് വരുന്നത് അല്ലേ? നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ ഒരു കംഫർട്ടബിളാണ് യൂസ് ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ട്രാവലിന് പറ്റിയതാണ് ഈ ടൈപ്പ് ഓഫ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. സെയിം കളറിലെ ബോട്ടം ആൻഡ് ഇത്. അത് ഷോർട്ട് ആകാം, ലോങ് ആകാം, പിന്നെ ഈ പലാസോ മോഡലായിരിക്കും. സെയിം പ്രിന്റഡ് ബോത്ത്. അതൊക്കെ 1500 ആ റേഞ്ചാണ്. പക്ഷെ ഇത് നല്ല പാറ്റേൺ, നെക്ക് വൈസ് ഒരുപാടുണ്ട് കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാം. നൈസ്. ഫ്ലോറൽ 1200 ഒക്കെ. ഇത് 1300. അപ്പോൾ കോട്ട് സെറ്റ് വാങ്ങിയിട്ടുണ്ട് ഒരു സെറ്റ്. അതായത് സെയിം ബോട്ടം ആൻഡ് ടോപ്പ് വരുന്നതാണ് കോട്ട് സെറ്റ്. അതൊക്കെ ഇപ്പോൾ കുറച്ച് ഇൻ ഫാഷനാണത്. ഇങ്ങനെ ബോത്ത് സെയിം വരുന്നത് ആ ടൈപ്പ്. ആലിയ കട്ട്. അതെ അതെ. അതുകൊണ്ട് കുറച്ച് അല്ലേ ലാർജ്, ഈവൻ ലാർജ് വിൽ ബി ബിഗ് അല്ലേ? മീഡിയം നോക്കണോ? ആ കറക്റ്റ്. ഒന്ന് ട്രൈ ചെയ്യാമല്ലേ? ഞാൻ ഒരു ട്രയൽ കഴിഞ്ഞിട്ട് വീണ്ടും പോകണം. അയ്യോ ദൈവമേ. ഇതൊക്കെ എത്ര ഉള്ളൂ? 999. ആൻഡ് അതിൻ്റെ ബോട്ടവും കൂടി വാങ്ങണം എന്നുണ്ടെങ്കിൽ, കോട്ട് സെറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇത് 6 സംതിങ്. ഓക്കെ അല്ല നോക്കട്ടെ. 799. ദാറ്റ് ഈസ് 800 ആൻഡ് ദിസ് ഈസ് അഗൈൻ 1000. 1700 ആവും അല്ലേ രണ്ടും കൂടി ചേർന്ന് വരും. ഏതാണ്ട് ഷോപ്പിംഗ് അവസാനിക്കാറായി, കുറേ ആയി. അപ്പോൾ ഇവിടുത്തെ സെലക്ഷൻ ഏകദേശം ഒക്കെ ഒതുക്കിയിട്ടുണ്ട്. ഇനി നോക്കിക്കൊണ്ടുവന്നാൽ ഇനി മേടിച്ചുകൊണ്ടേയിരിക്കും. അതൊരു കുഴപ്പമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുമല്ലോ. അത് എല്ലാം മേടിക്കാൻ പറ്റില്ല. പക്ഷെ അത്യാവശ്യം മേടിച്ചു. കുറേ നല്ല കളക്ഷൻ ഉണ്ട് ആക്ച്വലി. ഇത് ഞാൻ കണ്ടില്ലായിരുന്നു. ഇങ്ങനെ നോക്കിയാലേ ഇനി കിട്ടും. അപ്പോൾ എന്തായാലും താഴെ പോയി ബില്ലൊക്കെ കൊടുത്തിട്ട് പോവാം. എൻ്റെ കളക്ഷൻ ആ ബാഗിനകത്താണ്. പേരെന്തായാലും അഞ്ജിതയാണ് ഇവിടെ അസിസ്റ്റ് ചെയ്തത്. ഓക്കെ, അഞ്ജിത നല്ല ഒരു സഹകരണമായിരുന്നു. നന്നായിട്ടെല്ലാം കറക്റ്റായിട്ട് എടുത്തു തന്നു. ഇവിടെ ആക്സസറീസും ഉണ്ടല്ലേ? ഓക്കെ, അങ്ങനെ കുറച്ച് ഒരുപാടില്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ട്. ഇതെന്താ? ഇതാ ബ്രേസ്ലെറ്റ്. ഓക്കെ, ഇതെല്ലാം വെസ്റ്റ് സൈഡ് ബ്രാൻഡിൻ്റെയാണ്. 299. ഇത് 399 ബ്രേസ്ലെറ്റ്. ഓക്കെ, ഒരുപാടില്ലെങ്കിലും കുറച്ച് കളക്ഷൻ ഉണ്ട്. ഓക്കെ, വലിയ ലോങ് ജിംക്കീസ്. എന്താ വില? 299 അഗെയിൻ. കുറച്ച് യുണീക്ക് പീസസ്. ഇത് മോതിരം 299.
ബ്രേസ്ലെറ്റ് ടൈപ്പാണ്, ബാങ്ക് നൈസ്, ഇത് കൊള്ളാം. എന്താ വില? 299 ഉള്ളി. ഓക്കെ, മാറ്റ് ഫിനിഷ് ആൻഡ് ഗോൾഡൻ ആ ഒരു കളർ മാറി ചെയ്തു നോക്കി, സിൽവർ. ഇത് 199, ഇത് കൊള്ളാമല്ലോ, നൈസ്. ഇതൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ്. നല്ല ടൈപ്പ് ഓഫ് കൊള്ളാമല്ലോ, 299. ഇത് 3 ടൈപ്സ്, നേരത്തെ കണ്ട പോലെ. ഓക്സിഡൈസ്ഡ് ആണ്, ഓക്സിഡൈസ്ഡ് വൺസ്. ഇത് 3 കൂടി ചേർന്നിട്ട് 399. ഇത് ചെറിയ ജുംകാസ്, പിന്നെ എല്ലാം ഉണ്ട് കേട്ടോ. ഓക്സിഡൈസ്ഡ് സിൽവറിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പെൻറ്റൻറ്റ്, മാല, തിൻ ചെയിനിലൊരു പെൻറ്റൻറ്റ് വരുന്നത്, ബാങ്കിൾസ്. തീമാറ്റിക്കായിട്ട് ഡ്രസ്സ് ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റ് മാച്ചിങ് വേണമല്ലോ. ഇത് റിങ്, ആഹാ നൈസ്, 299. ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെയാണ്, ഒരെണ്ണം മാത്രമേ ഇടാൻ പാടുള്ളൂ, ആ ഒരു ഫിംഗറിൽ, ഒരു കയ്യിൽ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിറച്ച് മോതിരം. ബില്ല് ചെയ്യാൻ വന്ന് നിൽക്കുവാണ്, എന്നിട്ട് വീണ്ടും ഓരോന്ന് എടുത്തുകൊണ്ട് വെച്ച് നോക്കും. ഇഷ്ടമായി, പക്ഷേ കളർ അത്ര പോരാ തോന്നി. ഇതിൻ്റെ വേറെ കളേഴ്സ് ഓപ്ഷൻ വരുമ്പോൾ പറയാൻ പറഞ്ഞു. അങ്ങനെ വലിയൊരു ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് 2 ബാഗ് നിറച്ച് സാധനം ഇടും. സാധാരണയായിട്ട് നമ്മൾ സാരി ഷോപ്പിംഗ് അല്ലേ ഞാൻ കൂടുതലും കാണിക്കുന്നത്. അപ്പം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി എവിടെ നിന്നാണ് ഡ്രസ്സൊക്കെ വാങ്ങുന്നത്, ടോപ്സ് വാങ്ങുന്നതൊക്കെ. അപ്പം 2-3 പല കടകളിൽ നിന്ന് വാങ്ങാറുണ്ട്, ട്രാവലിലും വാങ്ങാറുണ്ട്. പക്ഷേ ഇവിടെ വെസ്റ്റ് സൈഡ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഉത്സാഹ്, അങ്ങനെ ഇങ്ങനത്തെ ഷോപ്സിലൊക്കെ വാങ്ങും. പാർട്ടാസ് കൂടുതലും ഞാൻ സാരീസിനാണ് കൂടുതൽ. പിന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്തും കുറച്ചൊക്കെ വാങ്ങാം. എന്തായാലും ജോലി ഓക്കെ. ഇത് ഓഫറുള്ള സമയം എന്ന് പറഞ്ഞാൽ ജനുവരി അങ്ങനത്തെ സമയത്തൊക്കെ. ആ വർഷത്തിൽ 2 ഓഫറുണ്ട്. ഇപ്പോൾ ഓഫർ ടൈം അല്ല എങ്കിലും നമുക്ക് ആവശ്യമനുസരിച്ച് വായിക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.